ഹായ്, എന്തുകൊണ്ടാണ് ഒരു വീട്ടമ്മ ഒരു ഓൺലൈൻ വർക്ക് തിരയുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടാവും. പിന്നെ അവരുടെ വീട്ടുകാരനോ ഹസ്ബൻഡിനോ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവും. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. എന്നെ സംബന്ധിച്ചും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ഹസ്ബൻഡിനെയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ എൻ്റെ കുട്ടി ആഗ്രഹിച്ച് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനൊരു ഓൺലൈൻ വർക്ക് തിരഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട്, അതായത് ആദ്യമായിട്ടൊരു നമ്മൾ കാര്യത്തിലിറങ്ങുമ്പോൾ നമ്മളത് പഠിച്ചെടുത്ത് പിന്നീട് നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എനിക്കും അതുണ്ടായിരുന്നു. ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മാസം വരെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു പേടി, ഇനി ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും ശ്രമിച്ചു. കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വർക്കിൽ അബ്സർവ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഞാൻ ചേഞ്ചസ് വരുത്തണം, എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ടീമും മെമ്പേഴ്സൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം ഞാൻ നേരിട്ട കാര്യങ്ങൾ. ഓക്കെ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്തു, വെറുതെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഫേസ് ചെയ്തു എന്നുള്ള കാര്യം ഇതിലൂടെ ഷോർട്സിലൂടെ ഞാൻ പറയണം പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഷോർട്സ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മിക്കവാറും ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ. ആവശ്യക്കാർ ഒരുപാട് പേരാണ്, അപ്പോൾ അവരിലോട്ട് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ,